और जो वो घुसा हुआ है मेलोडी की के अंदर। ये मादर मोदी അച്ഛനെ മരിച്ചു പോയി 1947 നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. मोदी ने करा क्या? भोसड़ी के नो इस मेलोडी की के अलावा और मोदी गवर्नमेंट फालतू की है। मोदी कुछ शरारती बच्चों ने भद्दी भद्दी गालियां बोली, किसी भी सभ्य समाज को शोभा न दे ऐसे शब्दों का प्रयोग किया गया। मुझे तो गालियां दी गई, मेरी स्वर्गीय माता को भी गालियां दी गई। न जाने कितना भद्दा स्वरूप था। लेकिन मैं आज बात करना चाहता हूं कि बचपन में गलतियां होती हैं और बचपन में गलतियों से सुधरने का अवसर भी होता है। और यही तो बचपना है, एक कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती हैं। लेकिन समय है इन बच्चों को गले लगा करके राह दिखाने का। ये गुमराह बच्चे हैं, उनको राह दिखाना हमारा काम है। मैं उन्हें माफ करना चाहता हूं। समाज भी मेरी इस बात को स्वीकार करे। आओ, मैं इन बच्चों को कहता हूं, बच्चों आओ, हम देश के लिए साथ मिलकर के आगे बढ़े। मैं आपके लिए जीता हूं, आपके उज्जवल भविष्य के लिए खपता हूं। आओ हम मिलकर के देश को आगे बढ़ाएं। നമസ്കാരം. മോദി പരിഹസിച്ച ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാറ്റ സമരത്തിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം. അതിൽ പ്രധാനമന്ത്രി എന്ന സ്ഥാനം കൊടുക്കേണ്ട പ്രായമായൊരു മനുഷ്യനെന്ന പരിഗണന പോലും അവരിൽ ചിലർ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. എന്നാൽ കാലം ഇതെല്ലാം തിരുത്തും. പരിഹസിച്ചവരോട് രാജ്യത്തിന്റെ കാവൽക്കാരൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ മുൻപ് പറഞ്ഞ കാലം അവരെ പരിഹാസരാക്കും തീർച്ച. എന്തെന്നാൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയാണ് മോദി. അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും മുൻപും ചില വിഡ്ഢികൾ പരിഹാസവുമായി വന്നിട്ടുണ്ട്. എന്നാൽ കാലം ഇപ്പോൾ അവരെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നതാണ് രാജ്യം കണ്ടത്. അത്തരത്തിൽ മുൻപ് നമ്മുടെ പ്രധാനമന്ത്രിയെ പരിഹസിച്ച് സ്വയം ഇളിഭ്യരായ കുറച്ച് ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം. ചരിത്രത്തിന്റെ താളുകളിൽ ചില അധ്യായങ്ങൾ എഴുതപ്പെടുന്നത് കേവലം മഷി കൊണ്ടല്ല, മറിച്ച് ഒരു ജനതയുടെ ഇച്ഛാശക്തി കൊണ്ടും അഭിമാനം കൊണ്ടുമാണ്. ഒരു രാജ്യം അതിന്റെ നീണ്ട നാളത്തെ മരവിപ്പിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് സ്വന്തം കരുത്ത് ലോകത്തിന് മുന്നിൽ വിളിച്ചോതുന്ന ഒരു സുവർണ കാലഘട്ടത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാം വിലയിരുത്താൻ പോകുന്നത് ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു അസാധാരണ യാത്രയെക്കുറിച്ച്. 2014 മുന്നത്തെ പഴയകാല ഭാരതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നത് അഴിമതിയുടെയും നിസ്സഹായതയുടെയും തകർച്ചയുടെയും കഥകൾ മാത്രമായിരുന്നു. ബാങ്കുകൾക്ക് മുന്നിലെ നീണ്ട ക്യൂവുകൾ, ഉദ്യോഗസ്ഥരുടെ ചുവപ്പ് നാടകളിൽ കുരുങ്ങി നശിക്കുന്ന വികസന പദ്ധതികൾ, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു ദരിദ്ര രാജ്യം, അതായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന ചിത്രം. എന്നാൽ ഇന്ന് കഥ മാറിയിരിക്കുന്നു. ഇന്ന് ഭാരതം ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം നമുക്ക്. ആദ്യം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം നോക്കാം. പാകിസ്ഥാൻ ആയുധമാക്കിയ പ്രസ്താവന കൂടിയാണ് ഇത്. കാശ്മീരിലെ നിയന്ത്രണങ്ങളെയും പ്രാദേശിക നേതാക്കളുടെ തടങ്കലിനെയും വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരെയുള്ള ഹർജിയിൽ തെളിവായി ഇതുപയോഗിച്ചു. ഇതിനെ തുടർന്ന് ആർട്ടിക്കിൾ 370 നീക്കിയതിനെ രാഹുൽ ഗാന്ധി പരിഹസിക്കുകയാണെന്നും പാകിസ്ഥാനെ സഹായിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ളവർ കുറ്റപ്പെടുത്തി. അംബാനിയുടെയും അദാനിയുടെയും ലൗഡ് സ്പീക്കർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെ നടന്ന ഹരിയാന തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി മോദി ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും കർഷക ആത്മഹത്യകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് കാശ്മീർ വിഷയം എപ്പോഴും സംസാരിക്കുന്നതെന്ന് രാഹുൽ വാദിച്ചു. മോദി കോർപ്പറേറ്റുകളുടെ ലൗഡ് സ്പീക്കറായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് നോക്കാം. കാശ്മീരിലേക്ക് പോകാം. ഭാരതത്തിന്റെ കിരീടമായ കാശ്മീർ. ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് മുമ്പുള്ള കാശ്മീരിന്റെ അവസ്ഥ എന്തായിരുന്നു? നിരന്തരമായ ഹർത്താലുകൾ, കല്ലേറുകൾ, ചോര വീഴുന്ന തെരുവുകൾ, ഭയന്ന് ജീവിക്കുന്ന ജനങ്ങൾ,
നമ്മുടെ സൈനികർക്ക് നേരെ കല്ലെറിയുന്ന ദൃശ്യങ്ങൾ നമ്മുടെയെല്ലാം ഹൃദയത്തിൽ ഒരു വിങ്ങലായി അവശേഷിച്ചിരുന്നു. വിഘടനവാദികളും തീവ്രവാദികളും ചേർന്ന് ആ മനോഹര ഭൂമിയെ ഒരു നരകമാറ്റി മാറ്റിയിരിക്കുകയായിരുന്നു. ഒരു ഇരുണ്ട ആനിമേഷൻ ചിത്രം പോലെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഭയപ്പെടുത്തുന്ന ദിനങ്ങൾ. എന്നാൽ ഇന്ന് ആർട്ടിക്കിൾ 370 ചരിത്രത്തിന്റെ ചവിട്ടുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടതിന് ശേഷമുള്ള പുതിയ കാശ്മീർ ഒന്ന് കണ്ടു നോക്കൂ. ലാൽ ചൗക്കിൽ അഭിമാനത്തോടെ പാറിപ്പറക്കുന്ന നമ്മുടെ ത്രിവർണ പതാക, ഭയം മാറി വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു ജനത, വിനോദസഞ്ചാരികളുടെ തിരക്ക്, പുരോഗതിയിലേക്ക് കുതിക്കുന്ന സമാധാനത്തിന്റെ പുതിയ തീരങ്ങൾ. ഇത് കേവലം ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നില്ല, മറിച്ച് ഭാരതത്തിന്റെ അഖണ്ഡത ഉറപ്പിച്ചു നിർത്തിയ ഓരോ ഭാരതീയന്റെയും നെഞ്ചിൽ അഭിമാനം നിറച്ച തീരുമാനമായിരുന്നു. ഒരു കാൽവെപ്പായിരുന്നു. നഷ്ടപ്പെട്ടുവെന്ന് നാം കരുതിയ സ്വർഗം തിരികെ പിടിച്ചിരിക്കുന്നു. അടുത്ത പ്രയാസം, വികസന പദ്ധതികൾ ജനകേന്ദ്രീകൃതമാക്കുന്നതിന് പകരം പ്രധാനമന്ത്രിക്ക് ഫോട്ടോ എടുക്കാനും ക്രെഡിറ്റ് എടുക്കുവാനുമുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളായി മാറുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് ഡി രാജ ആരോപിച്ചിരുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇനി നമുക്ക് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് നോക്കാം. കുഴികൾ നിറഞ്ഞ ഇടുങ്ങിയ റോഡുകൾ, വൃത്തിഹീനമായ റെയിൽവേ സ്റ്റേഷനുകൾ, മണിക്കൂറുകൾ വൈകിയോടുന്ന ട്രെയിനുകൾ, ഇതൊക്കെയായിരുന്നു നമ്മുടെ പഴയകാല ശീലം. വികസനം എന്ന വാക്ക് ഫയലുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കാലം. എന്നാൽ ഇന്നത്തെ മാറ്റം അവിശ്വസനീയമാണ്. മണിക്കൂറുകൾ കൊണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ എക്സ്പ്രസ് ഹൈവേകൾ, ലോകോത്തര നിലവാരമുള്ള വിമാനത്താവളങ്ങൾ, എല്ലാറ്റിനുമുപരി ഇന്ത്യയുടെ അഭിമാനമായി ട്രാക്കുകളിലൂടെ കുതിച്ചുപായുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ. അവിടെയും പരിഹാസമുണ്ട് കേട്ടോ. വന്ദേ ഭാരത് ട്രെയിനിൽ ആദ്യമായി സർവീസ് ആരംഭിച്ച സമയത്ത് അതിലുണ്ടായ സാങ്കേതിക തകരാറുകളെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിരുന്നു. നവയുഗ ഇന്ത്യയുടെ വേഗതയെ തടഞ്ഞു നിർത്താൻ ഇനി ആർക്കും കഴിയില്ല. നമ്മൾ ഇന്ന് ലോകത്തിന് പിന്നിലല്ല, ലോകം നമുക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അടുത്തത് രാജ്യത്തിന്റെ പ്രതിരോധത്തെ പരിഹസിച്ച ഒന്നാണ്. കോൺഗ്രസ് നേതാവ് അജയ് റായ് ഉൾപ്പെടെയുള്ളവർ റാഫേൽ വിമാനത്തിന്റെ കളിപ്പാട്ടത്തിൽ നാരങ്ങയും മുളകും കെട്ടിത്തൂക്കി ദുർമന്ത്രവാദം ഒഴിവാക്കാൻ സാധാരണയെ ചെയ്യുന്ന രീതിയാണ് ഇത് കേട്ടോ എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. പ്രതിരോധ മേഖലയെ സർക്കാർ ഒരു PR സ്റ്റണ്ടായി മാറ്റുകയാണെന്ന് കാണിക്കാനായിരുന്നു ഈ വിചിത്രമായ പരിഹാസം. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത് അതിന്റെ സൈനിക ശക്തിയിലാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ സൈനികർക്കുള്ള ചെറിയ ആയുധങ്ങൾക്കും വെടിയുണ്ടകൾക്കുമായി നാം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടായിരുന്നു. ഇടനിലക്കാരുടെ അഴിമതിയും കമ്മീഷൻ വ്യവസ്ഥകളും സൈനിക ഇടപാടുകളെ എപ്പോഴും വിവാദങ്ങളാക്കി മാറ്റുകയായിരുന്നു. ആ ഇരുണ്ട കാലം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിലൂടെ പ്രതിരോധ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നാം സ്വന്തമായി നിർമ്മിച്ച INS വിക്രാന്ത് എന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പൽ സമുദ്രങ്ങളിൽ നമ്മുടെ കരുത്തായി നിലകൊള്ളുന്നു. ആകാശത്ത് നമ്മുടെ സ്വന്തം തേജസ് വിമാനങ്ങൾ ഗർജിക്കുന്നു. ഇന്നലെ വരെ ആയുധങ്ങൾക്കായി കൈനീട്ടിയിരുന്ന നാം ഇന്ന് ബ്രഹ്മോസ് പോലുള്ള അത്യാധുനിക മിസൈലുകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഇതാണ് ആത്മനിർഭർ ഭാരതം. ആത്മനിർഭർ എന്നാൽ സ്വയം പര്യാപ്തത എന്നല്ല, മറിച്ച് ജനങ്ങൾ അവരവരുടെ കാര്യങ്ങൾ സ്വന്തമായി നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ജനങ്ങളെ സർക്കാർ കൈവിട്ടതാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പരിഹസിച്ച വശം വേറെയുണ്ട്. അത് കാലം തന്നെ തള്ളിക്കളഞ്ഞു. അടുത്ത പരിഹാസമാണ് ഏറ്റവും ഫേമസ്. ദിസ് ഇസ് ക്ലാസിക് എന്ന് പറയില്ലേ, അതുപോലെ ഒന്ന്. P. ചിദംബരത്തിന്റെ പാർലമെന്റ് പ്രസംഗം ഓർമ്മയില്ലേ? UPIയുടെയും ഡിജിറ്റൽ ഇന്ത്യയുടെയും തുടക്കകാലത്ത് മുൻ ധനമന്ത്രിയും കോൺഗ്രസ് മുതിർന്ന നേതാവുമായ P. ചിദംബരം പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ് ഇതിൽ ഏറ്റവും പ്രശസ്തം. അദ്ദേഹം അന്ന് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒരു ഗ്രാമീണ ചന്തയിൽ പോയി 7 രൂപ 50 പൈസയ്ക്ക് തക്കാളിയോ ഉരുളൻകിഴങ്ങോ വാങ്ങുമ്പോൾ എങ്ങനെ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തും? ആ പാവം പച്ചക്കറി വിൽക്കുന്നവർ എന്തു ചെയ്യും? അവരുടെ കയ്യിൽ സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ടോ? അവിടെ വൈദ്യുതി ഉണ്ടോ? വൈഫൈ ഉണ്ടോ? ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്ത്യ പോലുള്ളൊരു ദരിദ്ര രാജ്യത്ത് ഡിജിറ്റൽ പേയ്മെന്റുകൾ അടിച്ചേൽപ്പിക്കുന്നത് പ്രായോഗികമല്ല എന്ന രീതിയിലായിരുന്നു
അദ്ദേഹത്തിന്റെ പരിഹാസം. എന്നാൽ സാധാരണക്കാരന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെന്ന് ചരിത്രമാണ്. ഡിജിറ്റൽ ഇന്ത്യയും UPIയും കൊണ്ടുവന്ന വിപ്ലവം ഒന്ന് ഓർത്തു നോക്കൂ. ബാങ്കുകൾക്ക് മുമ്പിലെ നീണ്ട ക്യൂവിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് ഗ്രാമങ്ങളിലെ ചെറിയ ചായക്കടകളിൽ വരെ ഇന്ന് സ്മാർട്ട് ഫോൺ പേയ്മെന്റുകൾ നടക്കുന്നു. ഇത് കേവലം ഒരു സാങ്കേതിക മാറ്റമല്ല, സാമ്പത്തിക സുരക്ഷയും സുതാര്യതയുമാണ്. ജൻധൻ യോജനയിലൂടെ കോടിക്കണക്കിന് പാവപ്പെട്ടവർക്ക് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ വന്നപ്പോൾ ഇടനിലക്കാരുടെ ചൂഷണം അവസാനിച്ചു. സർക്കാർ സഹായങ്ങൾ ഒരു ചോർച്ചയുമില്ലാതെ നേരിട്ട് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലെത്തുന്ന DBD സംവിധാനം ഇന്ന് പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ ആശ്വാസമാണ്. ഇനി ഒരു സ്ത്രീ എന്ന രീതിയിൽ കുറച്ച് അഭിമാനമുള്ള വിഷയമാണ് ഈ പരിഹാസത്തിന് മോദി നടത്തിയ മധുര പ്രതികാരം. ലോകം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും മറ്റ് വൻകിട ഇൻഫ്രാസ്ട്രക്ചറുകളിലും മുന്നേറുമ്പോൾ ഇന്ത്യ ഇപ്പോഴും കക്കൂസ് നിർമ്മാണത്തിലാണ് അഭിമാനിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രസംഗങ്ങളിൽ പരിഹസിച്ചിരുന്നു. നോട്ട് നിരോധനം ശൗചാലയം പണിയാനാണ് എന്ന് കേരളത്തിലെ നേതാക്കൾ കൊട്ടിയാഘോഷിച്ചു. എന്നാൽ എന്താണ് സ്വച്ഛ് ഭാരത് മിഷനും ജൽജീവൻ മിഷനും ഉണ്ടാക്കിയ സാമൂഹിക മാറ്റം? നാം കാണാതെ പോകരുത്. വെളിയുടെ വിസർജനവും പകർച്ചവ്യാധികളും നിറഞ്ഞ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഇരുട്ടാകാൻ കാത്തിരിക്കുന്ന ഗ്രാമീണ സ്ത്രീകളുടെ കണ്ണീർ നിറഞ്ഞ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഗ്രാമങ്ങളിൽ ഉയർന്ന കോൺക്രീറ്റ് ശൗചാലയങ്ങൾ സ്ത്രീകൾക്ക് നൽകിയ ആശ്വാസവും സുരക്ഷയും ഒന്നും ചെറുതല്ല. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ നടന്നു തളരുന്ന സ്ത്രീകൾക്ക് പകരം ഇന്ന് എല്ലാ വീടുകളിലും പൈപ്പിലൂടെ എത്തുന്ന ശുദ്ധജലം ഗ്രാമീണർക്ക് സമ്മാനിക്കുന്ന പുഞ്ചിരി ഈ സർക്കാരിന്റെ വലിയൊരു വിജയഗാഥയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ പാവപ്പെട്ടവനെ വൻകിട ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ കാറ്റിലും മഴയിലും ചോർന്നൊലിക്കുന്ന കുടിലുകൾക്ക് പകരം അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് വീടുകൾ ലഭിക്കുമ്പോൾ ഒരു ഗൃഹനാഥയുടെ കണ്ണുകളിൽ നിന്ന് നിറയുന്ന സന്തോഷാശ്രുക്കൾ ഓരോ മാറ്റവും വരച്ചു കാട്ടുന്നത് മാറുന്ന ഇന്ത്യയുടെ, വളരുന്ന ഇന്ത്യയുടെ തിളക്കമുള്ള ചിത്രമാണ്. സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പതിറ്റാണ്ടുകളായി നമ്മെ പുറകോട്ട് വലിച്ചിരുന്ന അഴിമതിയുടെയും പ്രീണനത്തിന്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അഭിമാനകരമായ ഒരു നവഭാരതം ഉയർന്നു വരികയാണ്. ഒരു വശത്ത് പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് ആധുനികതയെ പുൽകുന്ന ഒരു പുതിയ ജനത. വിശ്വഗുരുവായി മാറാനുള്ള ഈ ഭാരതത്തിന്റെ കുതിപ്പിൽ നമുക്കും പങ്കുചേരാം. അഭിമാനത്തോടെ തന്നെ തിരിച്ചു വരാം. പാറ്റകൾ പരിഹസിച്ചതും അത് ഇന്ന് ആഘോഷിച്ചവരും നാളെ വിസ്മൃതിയിൽ ആണ്ടുപോകും എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഭാവിയിൽ കുട്ടികളോട് ക്ഷമിച്ച നമ്മുടെ പ്രധാനമന്ത്രിയെ വരും തലമുറ വാഴ്ത്തി പാടുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. വരും എപ്പിസോഡുകളിൽ കൂടുതൽ ചരിത്ര മുന്നേറ്റങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. സല്യൂട്ട് ഭാരത്.